മക്കളെ, ഇന്ന് നമുക്ക് 5ാം ക്ലാസ്സിന്റെ ഒരു ഫസ്റ്റ് ടേം ക്വസ്റ്റ്യൻ പരിചയപ്പെടാം. നേരത്തെ ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. തീർച്ചയായിട്ടും 2 ക്വസ്റ്റ്യനും നന്നായിട്ട് ശ്രദ്ധിച്ച് കണ്ട് പഠിക്കണം. നിങ്ങൾ ഇത് രണ്ടും കണ്ട് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഇനി എക്സാം എഴുതുമ്പോൾ വളരെയധികം സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എല്ലാ കുട്ടികളും തീർച്ചയായിട്ടും ഈ 2 ക്ലാസ്സും ഒന്ന് കാണണം. ഓക്കെ, ഫുള്ളായിട്ട് കാണണം കേട്ടോ. അവസാനം വരെ നിങ്ങൾ തീർച്ചയായിട്ടും കാണണം. ഇതില് നിങ്ങൾക്ക് ചെയ്യാനുള്ള പ്രവർത്തനങ്ങളൊക്കെ ഈ ക്വസ്റ്റ്യനിൽ മലയാളത്തിലാണ് തന്നിരിക്കുന്നത്. 6 പ്രവർത്തനങ്ങൾ നൽകിയിട്ടുണ്ട്. ഏതെങ്കിലും 5 പ്രവർത്തനത്തിന്റെ ഉത്തരം എഴുതാനാണ് പറഞ്ഞത്. ഒന്നാമത്തെ പ്രവർത്തനം, നീനു കാദ പിള്ളായേക്ക് ബദൻ പെ ഉസ്കെ രുയേം അനേക് ചോട്ടി ടാങ്കേം ലെംബി പൂഞ്ച് ബൂരി ദാടി കാലി മൂഞ്ച്. കവിത കെ ദോ രംഗോ കാ നാം ചുൻ ലിജിയേ. ഈ കവിതയില് 2 നിറങ്ങളുടെ പേര് പറയുന്നുണ്ട്. ദോ രംഗോം 2 നിറങ്ങൾ, നാം പേര്, ചുൻകർ തിരഞ്ഞെടുത്ത്, ലിഗയും എഴുതുക. അപ്പൊ ഏതാണ് 2 നിറങ്ങളുടെ പേര് ഇവിടെ തിരഞ്ഞെടുത്ത് എഴുതാനുള്ളത്? കാലി അല്ലെ, കറുപ്പ്. ബൂരി കാലി. ആൻസർ എഴുതിയിട്ടുണ്ട് നോക്കാം. ബൂരി കാലി, ഇത് രണ്ടുമാണ് അതിലുള്ള നിറങ്ങള്. നിങ്ങൾ പഠിച്ചതാണ് നിറങ്ങൾ അല്ലെ പാഠത്തില്. ഇനി അടുത്തത് നോക്കാം. പിള്ളാക്കി ടാങ്കി കൈസീതി. പിള്ളയുടെ കാല് എങ്ങനെയാണെന്നാ പറഞ്ഞത്? പിള്ളയുടെ കാല് ചോട്ടി ടാങ്കേ. അപ്പൊ എന്താണ് ചോട്ടി? ആൻസർ എഴുതിയത് നോക്കാം. ചോട്ടി. കൈസീതി ചോട്ടീതി. ഇനി അടുത്തത് നോക്കാം. पिल्ला की मूंज कौन सा रंग है? അതിന് മുമ്പ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. കിസ്കെ ബദൻ പേ അനേക രുയേ ഹെ. ആരുടെ ശരീരത്തിലാണ് അനേകം രോമങ്ങളുണ്ട് എന്ന് പറഞ്ഞത്? ആരുടെ ശരീരത്തിലാണ്? പിള്ളാക്കെ. എന്താണ്? പിള്ളാക്കെ ശരീരമേ. ഇനി അടുത്തത് നോക്കാം. പിള്ളാക്കി മൂഞ്ച് കോൺസാ രംഗ് ഹെ. പിള്ളയുടെ മീശ എന്ത് നിറമാണ് എന്നാണ് പറഞ്ഞത്. ഇതിലുണ്ട് എന്താണ്? കാലി മൂഞ്ച്. എന്താണ്? കാലി. എന്താണ് ആൻസർ? കാലി. ഇനി അടുത്തത് നോക്കാം. കവിതക്കോ ഏക് ശീർഷക് ദേ. കവിതയ്ക്ക് ഒരു പേര് നൽകാനാണ് പറഞ്ഞത്. കവിതയ്ക്ക് ഒരു പേര് നൽകുക. നീതൂക്ക പിള്ള, അതാണ് ഞാൻ ഇവിടെ കൊടുത്ത പേര്. നീതൂക്ക പിള്ള. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പേര് നൽകാം. പേര് നൽകിയാൽ തീർച്ചയായിട്ടും അതിന് മാർക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, ഇനി അടുത്തത്, നദീമേം ലടുക്കി മച്ചലി പിള്ള. നദിയിൽ എന്താ ഉള്ളത്? നമ്മൾ പാഠത്തിൽ പഠിച്ചത് നദിയിൽ എന്തുണ്ടെന്നാ പഠിച്ചത്? മച്ചലി അല്ലേ? നദീമേ മച്ചലി. ചിടിയ എവിടെയുള്ളത്? പേട് പർ ഹെ. ചിടിയ എവിടെയാണ്? പേട്. ചിടിയ പേട്. നദി മച്ചലി. പൗതേമേം ചെടിയാണ്. പൗതേ പറഞ്ഞ ചെടിയിൽ എന്താ ഉള്ളത്? ഫൂൽ. പൗതേമേ ഫൂൽ. घर के अंदर लड़का. घर के बाहर കുത്ത. അല്ലെ? അത്രയാണ് നമ്മൾ ആ പാഠത്തിൽ പഠിച്ചതാണത്. അതിന്റെ ആൻസർ എഴുതിയത് നോക്കാം. മച്ചലി, പേട്, ഫൂൽ, ലടുക്ക, കുത്ത. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. പ്രവർത്തനം 3, ചേരുംപടി ചേർക്കുക. ഫൂൽ, മച്ചലി, കച്ചുവ, കൗവ, പൗദ. ഫൂൽ ഇവിടെ ബൂര, ലാൽ, കാല, ഹര, പീല എന്നാണ് തന്നിരിക്കുന്നത്. പൂവിന്റെ നിറം കൊടുക്കണം. മച്ചലി, കച്ചുവ, കൗവ, പൗദ. കൗവയ്ക്ക് നിറാണ് വരിക. പൂവിന്റെയും നിറാണ് നമ്മൾ ഇതൊന്ന് തിരഞ്ഞെടുക്കേണ്ടത്. കൗവയ്ക്കും നിറമാണ് തിരഞ്ഞെടുക്കേണ്ടത്. കച്ചുവ, ആമയുടെയും നിറാണ് തിരഞ്ഞെടുക്കേണ്ടത്. അപ്പൊ ഇതിൽ എത്ര നിറങ്ങളുണ്ട് നമുക്ക് നോക്കാം. പീല, ഹര, കാല, ലാൽ, ബൂര ഒക്കെ നിറങ്ങളാണ് അല്ലേ? പീല പറഞ്ഞ മഞ്ഞ, ഹര പച്ച, കാല കറുപ്പ്, ലാൽ ചുവപ്പ്, ബൂര തവിട്ട് നിറം, ബ്രൗൺ കളറാണ്. അപ്പൊ ഈ ചെടിയുടെ പൂവിന്റെ കളറ്, ആമയുടെ കളറ്, കാക്കയുടെ കളറ് കറുപ്പാണെന്ന് അറിയാം അല്ലെ? അപ്പൊ കാക്ക, കൗവ, കാല എന്നങ്ങോട്ട് എഴുതുക. മച്ചലി ലാൽ, മത്സ്യം, ചുവന്ന മത്സ്യം ഉണ്ടാവും അല്ലെ? മച്ചലി ലാൽ. കച്ചുവ എന്താണ്? ബൂര. ആൻസർ എഴുതിയ നോക്കാം നമുക്ക്.
പീല, ലാൽ, ബൂര, കാല, ഹര. പീല പൂവല്ല ഫസ്റ്റ് നമ്മൾ പഠിച്ചത്. പൂവ് പീല. മച്ചലി ലാൽ. കച്ചുവ ബൂര. കൗവ എന്താണ്? കൗവ കാല. ലാസ്റ്റ് എന്തായിരുന്നു? പൗത. പൗത ഹര. ചെടിയുടെ കളർ എന്താണ്? പൗത ഹര അല്ലെ. ഹര പച്ച കളറാണ്. അപ്പൊ എല്ലാത്തിന്റെ ആൻസർ കിട്ടി. ഇനി അടുത്തത് നോക്കാം. 4ാമത്തെ ആക്ടിവിറ്റി ആണ് മേ നീതു ഹും. നീതു കാ കുത്ത ഹെ ടോമി. ഞാൻ നീതു ആണ്. നീതുവിന്റെ കുത്തയുടെ പേരെന്താണ്? ടോമി ആണ്. ടോമി ചായയുടെ കൂടെ ബിസ്ക്കറ്റ് കഴിക്കുന്നു. ടോമി ചായക്കെ സാത്ത് ബിസ്ക്കറ്റ് ഗാത്താത. വഹ് പങ്കേക്കെ നീച്ചെ സോത്താത. അത് ഫാനിന്റെ താഴെയാണ് ഉറങ്ങുന്നത്. ടോമി നീതുക്കെ സാത്ത് കേൾത്താത. ടോമി നീതുവിനോടൊപ്പം കളിക്കുമായിരുന്നു. ഇനി താഴെ തന്ന ക്വസ്റ്റ്യൻ നോക്കാം. കുത്തേക്ക നാം ക്യാ ദാ. ക്യാ പറഞ്ഞ എന്ത്. ക്യാ എന്ത്. കുത്തയുടെ പേര് എന്തായിരുന്നു? ഇതിലുള്ള കുത്ത നായ്ക്കുട്ടിയെ പറയുന്നുണ്ട്. അതിന്റെ പേരെന്തായിരുന്നു? ടോമി. എന്താണ്? ടോമി. അടുത്തത് ടോമി കഹാ സോത്താത. ടോമി എവിടെയാണ് ഉറങ്ങിയത്? എവിടെ ഉറങ്ങിയെന്ന് ഇവിടെ പറഞ്ഞല്ലോ. ടോമി എവിടെയാണ് ഉറങ്ങിയത്? എവിടെയാണ് ഉറങ്ങിയത്? പങ്കേക്കെ നീച്ചെ. എവിടെയാണ്? പങ്കേക്കെ നീച്ചെ. ചായക്കെ സാത്ത് ടോമി ക്യാ ഗാത്താത. ചായയുടെ കൂടെ ടോമി ക്യാ എന്താണ് കഴിച്ചത്? ഗാത്ത കഴിക്കുക. എന്താണ് കഴിച്ചത്? ബിസ്കുട്ട്. ചായക്കെ സാത്ത് ബിസ്കുട്ട്. ടോമി ഡേക്കെ സാത്ത് കേൾത്ത. ടോമി ആരോടൊപ്പമാണ് കളിച്ചത്? നീതു അല്ലേ. നീതു കെ സാത്ത്. ആൻസർ എഴുതിയത് നമുക്ക് നോക്കാം. ഒന്നും കൂടെ ഉണ്ട്. ശരിയായ വാക്യം തെരഞ്ഞെടുത്ത് എഴുതാനാണ്. മേ ടോമി ഹേ, മേ ടോമി ഹോ. ഇതിലേതാണ് ശരി? മേ ടോമി ഹും. 3 ഉണ്ട്. ഇതിൽ ഏതാണ് ശരി? മേം ടോമി ഹും. അതാണ് ശരി അല്ലെ. മേം വരുമ്പോ എന്താണ്? ഹും എന്നാണ് വരുന്നത്. മേം വരുമ്പോ എന്താ വരുന്നത്? ഹും എന്നാണ് വരുന്നത്. അപ്പൊ മേം ഫസ്റ്റിലുണ്ടെങ്കിൽ നിങ്ങൾ ഹും എന്ന് ലാസ്റ്റുള്ള സെന്റൻസ് ആണ് എടുത്ത് എഴുതേണ്ടത്. മനസ്സിലായോ? മേം എന്ന് ഫസ്റ്റിൽ വരുന്ന സമയത്ത് സെന്റൻസിന്റെ ലാസ്റ്റ് ഹും എന്നുണ്ടോ എന്ന് നോക്കണം. ആ സെന്റൻസ് ആണ് നിങ്ങൾ എഴുതാൻ പാടുള്ളൂ. അതാണ് ശരിയായിട്ടുള്ളത്. ഓക്കെ. ഇനി ഇതിന്റെ ആൻസർ എഴുതിയത് നമുക്ക് നോക്കാം. ടോമി, പങ്കേക്കെ നീച്ചെ, ബിസ്ക്കറ്റ്, നീതുക്കെ, മേ ടോമി ഹോം. ഓക്കെ. ഇനി അടുത്തത് നോക്കാം. പ്രവർത്തനം 5 ഹിന്ദിയിൽ എണ്ണ എഴുതാനാണ്. ദോലെടുക്കെ 2 ആൺകുട്ടികൾ. 4 മീനുകൾ എങ്ങനെ എഴുതും? ചാർ മച്ചിലിയ. ഇവിടെ എന്ത് എഴുതണം? ചാർ. 2 പൂക്കൾ ദോ. 3 എന്താ എഴുതാ? തീൻ. തീൻ കച്ചുവേ. 1 കുരങ്ങൻ. ഏക്ക് ബന്ദർ. ഏക്ക് ബാദർ എന്നാണ് ഇവിടെ എഴുതിയത്. ഇത് തെറ്റാണ്. അതൊന്ന് കറക്റ്റ് ചെയ്യണം. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. എപ്പോഴാണ് നോക്കിയത് കേട്ടോ. ബന്ദർ. ബാന്ന് എഴുതാൻ മുകളിൽ ഡോട്ട് ഇടുക. ഈ വര ഒഴിവാക്കിയാൽ മതി കേട്ടോ. ഇത് എന്താ പറയുന്നത്? പ്രിന്റിങ്ങിൽ വരുന്ന മിസ്റ്റേക്ക് ആണ് കേട്ടോ. 5 കൊക്കുകൾ. എന്താണ്? 5 ബഗുലേ. ആൻസർ എഴുതിയത് നോക്കാം. 4 2 3 1 5. ഓക്കെ. ഇനി അടുത്തത് 6ാമത്തെ ആക്ടിവിറ്റി ആണ്. നിങ്ങൾക്ക് 5 എണ്ണം ചെയ്താൽ മതി കേട്ടോ. ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രയാസമുള്ളത് നിങ്ങൾക്ക് ചെയ്യാതിരിക്കാം. ഇനി 6 എണ്ണം നിങ്ങൾക്ക് നന്നായിട്ട് അറിയാമെങ്കിൽ 6 എണ്ണം ചെയ്തോ, ഒരു പ്രശ്നമില്ല. നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ നിങ്ങൾ 6 എണ്ണം ചെയ്തോ കേട്ടോ. ഇതില് കീ കഴിഞ്ഞിട്ട് താ പിന്നെ ബ. കിതാബ് അല്ലെ. തായാണ് ഇവിടെ വരുന്നത്. കിതാബ്. കീ കഴിഞ്ഞിട്ട് ബായാണ് തന്നത്. കിതാബ് ഇവിടെ താ. അടുത്തത് പസന്ത്. ഇവിടെ ദായുണ്ട് അല്ലെ. പസന്ത് ദായാണ് നമ്മൾ ഇവിടേക്ക് എഴുതേണ്ടത്. അതുപോലെ സുബഹ് ബാ. ബാ ബായാണ് എഴുതേണ്ടത് ഇവിടെ. പിന്നെ ഇവിടെ എന്താണ്? ദുലാരെ. ദുലാരെ ഇതാ ദു. ഈ ദു ആണ് എഴുതേണ്ടത്. അടുത്തത് ടെണ്ടി. ടം പിന്നെ യസ് ഡ. ഓക്കെ. അപ്പൊ നിങ്ങള് ഇതെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ടാകും എന്ന് കരുതുന്നു. അതിന്റെ ആൻസർ ആണ് ഇവിടെ എഴുതിയത്. ഓരോന്നും നിങ്ങൾ അവിടെ ചേർക്കേണ്ട അക്ഷരങ്ങൾ താ ദ ബ ദു കണ്ടോ. അപ്പോ നിങ്ങളടുത്ത് പറയാനുള്ളത് എന്താണ് അറിയോ? 2 ക്വസ്റ്റ്യൻ മോഡലും നിങ്ങൾ നിർബന്ധമായിട്ടും കാണുക. ആദ്യം മുതൽ അവസാനം വരെ നന്നായിട്ട് ശ്രദ്ധിച്ച് തന്നെ കാണുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വരുന്ന ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് തന്നെ അതിന്റെ ആൻസർ എഴുതാൻ പറ്റും. ഓക്കെ. എല്ലാ മക്കളും നന്നായിട്ട് തന്നെ പഠിച്ചിട്ട് എക്സാമിന് പോവുക. ഫുൾ മാർക്ക് വാങ്ങുക. ടീച്ചറുടെ സഹായമില്ലാതെ ഒറ്റയ്ക്ക് എഴുതുക. ടീച്ചറുടെ സഹായമില്ലാതെ എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് വളരെയധികം സന്തോഷം ഉണ്ടായിരിക്കും. ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ സഹായമില്ലാതെ ചെയ്യണം കേട്ടോ.